നമസ്കാരം. 3.5 വയസ്സുകാരി ക്രൂരപീഡനത്തിന് ഇരയായി എന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. അമ്മ പുഴയിൽ എറിഞ്ഞുകൊന്ന കുഞ്ഞിനാണ് ക്രൂരപീഡനം നേരിടേണ്ടി വന്നത്. കുട്ടിയെ കൊലപ്പെടുത്തുന്നതിന്റെ തൊട്ടു മുമ്പത്തെ ദിവസവും കുട്ടി ലൈംഗികമായ പീഡനത്തിന് ഇരയായിട്ടുണ്ടെന്ന നടുക്കുന്ന വിവരങ്ങളാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ടെത്തിയിരിക്കുന്നത്. നിരന്തരമായി കുട്ടി ശാരീരിക പീഡനത്തിന് ഇരയായി എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. പ്രകൃതിവിരുദ്ധ പീഡനത്തിന് വരെ കുഞ്ഞിനെ ഉപയോഗിച്ചു എന്നാണ് സൂചന. കുട്ടിയുടെ സ്വകാര്യ ഭാഗങ്ങളിൽ ഉൾപ്പെടെ മുറിവും രക്തസ്രാവവും ഉണ്ടായതായും പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർമാർ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. 1.5 വർഷത്തോളമാണ് കുട്ടി ലൈംഗികമായ പീഡനത്തിന് ഇരയായത്. കുട്ടിയുടെ അച്ഛന്റെ അടുത്ത ബന്ധു തന്നെയാണ് പീഡിപ്പിച്ചതെന്നാണ് കണ്ടെത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് കുട്ടിയുടെ പിതാവിന്റെ സഹോദരനെ പോലീസ് പോക്സോ കേസിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. വീടിനുള്ളിൽ വച്ചായിരുന്നു കുട്ടിയെ ഉപദ്രവിച്ചത് എന്നാണ് പ്രതി പോലീസിന് മൊഴി നൽകിയത്. പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറാണ് കുട്ടി പീഡനത്തിന് ഇരയായി എന്ന വിവരം റൂറൽ എസ്.പിയെ അറിയിച്ചത്. ഈ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് റൂറൽ എസ്.പി ആയ ഹേമലത കുട്ടിയുടെ അമ്മയെ നേരിട്ട് ചോദ്യം ചെയ്തത്. നിരവധി ബന്ധുക്കളെയും പോലീസ് ചോദ്യം ചെയ്യലിനായി എത്തിച്ചിരുന്നു. ഈ അടുത്ത ബന്ധുക്കളോടായിരുന്നു കുട്ടിക്ക് കൂടുതൽ അടുപ്പവുമെന്നാണ് അമ്മ പോലീസിന് മൊഴി നൽകിയത്. തുടർന്നാണ് കുട്ടിയുടെ അച്ഛന്റെ അടുത്ത ബന്ധുക്കളായ 3 പേരെ കസ്റ്റഡിയിലെടുത്തത്. പിന്നീട് നടത്തിയ ചോദ്യം ചെയ്യലിൽ ബന്ധമില്ലെന്ന് കണ്ട 2 പേരെ വിട്ടയക്കുകയും ചെയ്തു. മറ്റുള്ളവർ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പ്രതിയെ വീണ്ടും ചോദ്യം ചെയ്തിരുന്നു. എന്നാൽ ആദ്യം ഇയാൾ പറഞ്ഞത് തനിക്കൊന്നും അറിയില്ലെന്നായിരുന്നു. ശക്തമായ തെളിവുണ്ടെന്നും പോലീസ് ചൂണ്ടിക്കാട്ടി. ആലുവ, പുത്തൻകുരിശ് ഡിവൈഎസ്പിമാർ നടത്തിയ മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് പ്രതി കുറ്റം സമ്മതിക്കുന്നത്. മരിച്ച കുട്ടിയുടെ മൃതദേഹം വീട്ടിലെത്തിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ അലമുറയിട്ടും കരഞ്ഞത് പ്രതിയായിരുന്നു എന്നാണ് നാട്ടുകാരും വെളിപ്പെടുത്തുന്നത്. കുട്ടിയെ പീഡിപ്പിച്ചതറിഞ്ഞ വിവരം കേട്ട് ഞെട്ടിപ്പോയി എന്നാണ് കുട്ടിയെ പഠിപ്പിച്ചിരുന്ന അംഗൻവാടിയിലെ അധ്യാപികയും പറഞ്ഞത്. കേസുമായി ബന്ധപ്പെട്ട് പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കേസിൽ വിശദമായ അന്വേഷണത്തിന് പുത്തൻകുരിശ്, ആലുവ ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ എറണാകുളം റൂറൽ എസ്.പി എം ഹേമലത നിയോഗിച്ചിട്ടുണ്ട്. കുഞ്ഞിന്റെ അച്ഛനും അമ്മയും തമ്മിൽ ഉണ്ടായിരുന്ന സ്വരച്ചേർച്ച ഇല്ലായ്മയാണ് പലപ്പോഴും ഇവരുടെ കുടുംബജീവിതത്തെ താളം തെറ്റിച്ചത്. പലപ്പോഴായും മാതാപിതാക്കൾ തമ്മിൽ വഴക്കുണ്ടായിരുന്നു. ഇത് കാരണം കുഞ്ഞിന്റെ അമ്മ 2 കുട്ടികളെയും കൊണ്ട് സ്വന്തം വീട്ടിലേക്ക് പോകുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് അമ്മയ്ക്ക് മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്ന തരത്തിൽ ആരോപണങ്ങൾ ഉയർന്നത്. പിന്നീട് തിരികെ വന്നെങ്കിലും മുന്നോട്ടുള്ള ജീവിതം അത്ര നന്നായിട്ടല്ല പോയത്. കുട്ടി പീഡനത്തിന് ഇരയായത് കാരണമാണോ അമ്മ കുട്ടിയെ കൊലപ്പെടുത്താൻ തീരുമാനിച്ചത് എന്നതിനെ കുറിച്ചും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. ഇപ്പോൾ കാക്കനാട് ജില്ലാ ജയിലിലുള്ള അമ്മയെ കസ്റ്റഡിയിൽ കിട്ടി ചോദ്യം ചെയ്താൽ മാത്രമേ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താൻ കഴിയൂ.